നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ മാർഗങ്ങളില്ലാതെ വലയുന്ന സംസ്ഥാന സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളികൾ. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത, സർവീസ് പെൻഷൻകാരുടെ ക്ഷാമശ്വാസം, ക്ഷേമ പെൻഷൻ എന്നിവയുടെ കുടിശ്ശികയെല്ലാം ഉടൻ നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും അതും ജലരേഖയാകാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ കൊടുത്തു തീർക്കുക എളുപ്പമല്ല. എല്ലാ കുടിശ്ശികയും നൽകണമെങ്കിൽ 25,000 കോടി രൂപയെങ്കിലും കണ്ടെത്തണമെന്നാണ് ധനവകുപ്പ് കണക്കുകൂട്ടുന്നത്. ഇത്രയും തുക എവിടെ നിന്ന് കണ്ടെത്തുമെന്ന കാര്യത്തിൽ സർക്കാരിന് ധാരണയില്ലെന്നതാണ് വസ്തുത. അതത് മാസത്തെ ചെലവുകൾക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോൾ കുടിശ്ശിക നൽകാൻ അധിക വരുമാനം വേണം. നിലവിൽ അതിന് സാധ്യതയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയെങ്കിലും ഘട്ടം ഘട്ടമായി നൽകാനാകുമോ എന്നാണ് സർക്കാർ പരിശോധിക്കുന്നത്. ക്ഷാമശ്വാസവും ക്ഷാമബത്തയും കുടിശ്ശികയാകുമ്പോൾ പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിച്ച് ബാധ്യത തൽക്കാലം ഒഴിവാക്കുന്ന രീതിയാണ് കാലങ്ങളായുള്ളത്. എന്നാൽ പ്രൊവിഡന്റ് ഫണ്ടിലെ പണം സർക്കാരിന്റെ ബാധ്യതയായി കണക്കാക്കി കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറയ്ക്കുകയാണിപ്പോൾ കേന്ദ്ര സർക്കാർ. അതിനാൽ ആ വഴിക്കും കുടിശ്ശിക തീർക്കാൻ കഴിയാതായി. ക്ഷാമബത്തയും ക്ഷാമശ്വാസവും ചേർത്ത് ആകെ 18,000 കോടി രൂപയാണ് കുടിശ്ശികയുള്ളത്. ഇത് നൽകുന്ന കാര്യത്തിൽ പോലും തീരുമാനമെടുക്കാത്തപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് കാലത്ത് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തത് വലിയ ചർച്ചയായിരുന്നു. ഇത് ഉദ്യോഗസ്ഥ വിഭാഗത്തിന്റെ വോട്ട് CPM-ന് എതിരാക്കി മാറ്റുകയും ചെയ്തു. ഇനി 6 മാസത്തിനുള്ളിൽ വരുന്ന വയനാട്, പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുൻപെങ്കിലും മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം നടപ്പാക്കേണ്ട ബാധ്യതയും സർക്കാരിനായി. ജനുവരി മുതൽ മെയ് വരെ 5 മാസത്തെ ക്ഷേമ പെൻഷനാണ് നൽകാനുള്ളത്. കുടിശ്ശിക തീർക്കണമെന്ന ആവശ്യം LDF-ൽ നിന്നുൾപ്പെടെ വരുന്നതിനാൽ 3-4 ഘട്ടമായി കൊടുത്തു തീർക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതിനു പുറമെ അതത് മാസത്തെ പെൻഷനും നൽകും. എന്നാൽ ക്ഷാമബത്ത, ക്ഷാമശ്വാസം കുടിശ്ശിക നൽകുന്ന കാര്യം പരിഗണിച്ചിട്ടില്ല. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി കൂടുതൽ തുക കടമെടുക്കുന്നത് പ്രായോഗികമല്ല. കൂടാതെ ഇത്രയും വലിയ തുക സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കടമെടുത്താൽ തുടർന്നുള്ള മാസങ്ങളിലെ ശമ്പളവും ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സർക്കാർ ചെലവുകൾക്കും വികസന പ്രവർത്തനങ്ങൾക്കുമുള്ള ഫണ്ടിനുമായി മറ്റു മാർഗങ്ങൾ തിരയേണ്ടി വരും. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.